ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് 6ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഒരു കങ്കാരുകുഞ്ഞിൻ്റെ മനോഹരമായ ഒരു കഥ കേട്ടാലോ? പാരു ആനന്ദ് എഴുതിയ രൂരു എന്ന കഹാനി നമുക്കിന്ന് നോക്കാം. റൂറു പാരു ആനന്ദ്. റൂറു ഏക് കങ്കാരു കാ ബച്ചാ ഥാ. എന്താ പറഞ്ഞിരിക്കുന്നേ? രൂരു ഒരു കങ്കാരു കുഞ്ഞാണ് അല്ലേ? കങ്കാരു കെ ബച്ചോം കോ ജോയ്സ് കഹത്തെ ഹെ. എന്താ പറഞ്ഞിരിക്കുന്നേ? കുഞ്ഞൻ കങ്കാരുക്കളെ എന്താ വിളിക്കുന്നേ? ജോയ്സ് എന്ന് വിളിക്കുന്നു. വൈസെ ഹി ജൈസെ കുത്തേ കെ ബച്ചേ കോ പില്ല ഓർ ബില്ലി കെ ബച്ചേ കോ ബിലാട്ട കഹത്തെ ഹെ. എന്താ പറഞ്ഞിരിക്കുന്നേ? ഒരു കുഞ്ഞൻ നായയെ പില്ല എന്നും ഒരു കുഞ്ഞൻ പൂച്ചയെ ബിലാട്ട എന്നും വിളിക്കുന്നത് പോലെ കങ്കാരു കുഞ്ഞുങ്ങളെ ജോയ്സ് എന്ന് വിളിക്കുന്നു. ഇനി അടുത്തത് നോക്കാം. ഉസ്കി അമ്മി ഉസെ രൂരു ബുലാത്തി ദി ക്യോംകി വഹ് ഹമേശ രോത്താ രഹ്താ ഥാ. എന്താ പറഞ്ഞിരിക്കുന്നേ? അവൻ എപ്പോഴും കരയുന്നതിനാൽ അവൻ്റെ അമ്മ അവനെ റൂറു എന്ന് വിളിക്കാറുണ്ടായിരുന്നു. റോ ക്യോം രഹേ ഹോ അമ്മീനെ ഫിർ പൂച്ച. എന്താ പറഞ്ഞിരിക്കുന്നേ? നീ എന്തിനാണ് കരയുന്നത്? അമ്മ വീണ്ടും ചോദിച്ചു. ക്യാ തുംകോ ബഹുത് അകേല അകേല ലഗ്താ ഹേ ബേട്ടാ. എന്താ പറഞ്ഞിരിക്കുന്നേ? മോനെ, നിനക്ക് വളരെ ഏകാന്തത തോന്നുന്നുണ്ടോ? ജബ് സെ ഏക് ബാരിക് സി ആവാസ് ആയി ഹാ മേരെ കോയി ദോസ്ത് നഹി. അപ്പം അമ്മേൻ്റെ ആ പോക്കറ്റിൽ നിന്ന് ഒരു മൃദുവായ ശബ്ദമുയർന്നു. അതെ, എനിക്ക് സുഹൃത്തുക്കളില്ല. അമ്മി ഖുഷീസെ കുത്നെ ഫത്നെ ലഗി. എന്താ പറഞ്ഞിരിക്കുന്നേ? അമ്മി സന്തോഷത്തോടെ തുള്ളിച്ചാടാനും നൃത്തം ചെയ്യാനും തുടങ്ങി. തോ ഇസ്ലിയും ഉദാസ് രഹ്താ ഥാ മേരാ ബച്ച. അതുകൊണ്ടാണ് എൻ്റെ കുട്ടി സങ്കടപ്പെട്ടത്. വോ ദേർ തക് കുത്തി ഹി രഹി. എന്താ പറഞ്ഞിരിക്കുന്നേ? അവൾ വളരെ നേരം ചാടിക്കൊണ്ടേയിരുന്നു. റൂറു അബ് ടൈം ആഗയാ ബച്ച. എന്താ അമ്മ പറഞ്ഞിരിക്കുന്നേ? റൂറു, ഇപ്പോൾ സമയമായി കുട്ടി. അമ്മി കി ഗോദ് സെ നിക്കലും ഔർ ബാഹർ ജാക്കർ ദോസ്ത് ബനാവും. എന്താ പറഞ്ഞിരിക്കുന്നേ? അമ്മയുടെ മടിയിൽ നിന്നിറങ്ങി പുറത്തുപോയി സുഹൃത്തുക്കളെ ഉണ്ടാക്കൂ. റൂറുവിനെ ദോടാ ടർത്തെ ഹുയെ ജിജ്കത്തെ ഹുയെ ഹൗലെ സെ അമ്മി കി ജബ് സെ സിർ ബാഹർ നിക്കാല. എന്താ പറഞ്ഞിരിക്കുന്നേ? റൂറു അല്പം ഭയത്തോടും മടിച്ചും മമ്മിയുടെ പോക്കറ്റിൽ നിന്നും തല പുറത്തിട്ടു. ദുനിയ കിത്നി ബഡി ദി കിത്നി സുന്ദർ കിത്നെ സാരെ രംഗ് ആവാസെ കിത്നി ഖുശ്ബു. എന്താ പറഞ്ഞിരിക്കുന്നേ? ലോകം വളരെ വലുതായിരിക്കുന്നു, വളരെ മനോഹരം, വളരെയധികം നിറങ്ങൾ, വളരെയധികം ശബ്ദങ്ങൾ, വളരെയധികം ഗന്ധങ്ങൾ. അമ്മയുടെ പോക്കറ്റിൽ നിന്നും പുറത്തേക്ക് തലയിട്ട കങ്കാരുകുഞ്ഞ് എന്താ കണ്ടേ മക്കളെ? നിറങ്ങളും ശബ്ദങ്ങളും ഗന്ധങ്ങളും ഇതെല്ലാം കണ്ട് കങ്കാരുകുഞ്ഞ് അത്ഭുതപ്പെട്ടു അല്ലേ? പർ റൂറു സഹം ഗയ ഇത്തനി ബഡി ദുനിയാ തീ ബാഹർ. എന്താ പറഞ്ഞിരിക്കുന്നേ? പക്ഷേ റൂറു ഭയന്നു അല്ലേ? പുറത്ത് വലിയൊരു ലോകം ഉണ്ടായിരുന്നു. അമ്മി കങ്കാരു ദോടി ദീർത്തോ സബ് കിയേ നേഹി. എന്താ പറഞ്ഞിരിക്കുന്നേ? അമ്മി കങ്കാരു കുറച്ചു നേരം അവനെ നോക്കിക്കൊണ്ടിരുന്നു. ഫിർ ഹൽക്കെ സെ തപ്കി ദി. എന്താ പറഞ്ഞിരിക്കുന്നേ? പിന്നെ അമ്മ കങ്കാരു അവനെ പതുക്കെ ഒന്ന് തട്ടിയല്ലേ? ഫിർ റൂറു കോ ഗുപ് ജെബ് से निकलने की कोशिश करता देखने लगी. आखिर रूरू जब से बाहर निकलना. എന്താ പറഞ്ഞിരിക്കുന്നേ? പിന്നെ റൂറു പോക്കറ്റിൽ നിന്ന് സ്വയം പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത് അമ്മി കണ്ടു അല്ലേ? ലാസ്റ്റ് ഒടുവിൽ റൂറു പോക്കറ്റിൽ നിന്ന് പുറത്തു വന്നു. നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. നീച്ചി ഉട്നി പർ എക് ചിടിയ ഗാനാ ഗാ രഹ്തി थी. रूरू ने चिड़िया से पूछना चाहा कि क्या उसे और गाने भी आते हैं. क्या वो उसे गाना सिखा देगी. पर चिड़िया उठकर दूसरे पेड़ पर बैठ गई. എന്താ പറഞ്ഞിരിക്കുന്നേ? കങ്കാരു കുഞ്ഞ് ഒരു പക്ഷി താഴ്ന്ന മരത്തിൽ പാട്ട് പാടുന്നത് കണ്ടു അല്ലേ?
റൂറു പക്ഷിയോട് ചോദിക്കാൻ ആഗ്രഹിച്ചു, അതിന് വേറെ പാട്ടുകൾ അറിയാമോ എന്ന്. അപ്പോഴേക്കും പക്ഷി വേറൊരു മരത്തിൽ പോയിരുന്നു. റുക്കോ റുക്കോ ജാവോ മത്, चिड़िया के पीछ कूदता हुआ रूरू ने चिल्लाया। चिड़िया बोली, मैं रुक नहीं सकती, बहुत बुरा हो गया है. നിൽക്കൂ നിൽക്കൂ, പോകരുത്, പക്ഷിയുടെ പിന്നാലെ ചാടി റൂറു അലറി. പക്ഷെ പക്ഷി പറഞ്ഞു, എനിക്ക് നിൽക്കാൻ സമയമില്ല, വളരെ ആപത്ത് സംഭവിച്ചിരിക്കുന്നു. ക്യാ ബുരാ ഹുവാ, എന്താപത്ത്? പിച്ചലി രാത് ഭയാനക് തൂഫാൻ ആയാ ഥാ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്നലെ രാത്രി ഒരു കൊടുങ്കാറ്റുണ്ടായി. മേരാ ദോസ്ന ബിക്കർ ഗയാ ഹേ, എൻ്റെ കൂട് നശിച്ചു. കാഹി മേരി ബച്ചെ ഗിർനാ ജായേം, എൻ്റെ കുട്ടികൾ താഴെ വീഴുമെന്ന് ഞാൻ ഭയപ്പെട്ടു. മേൻ ഗാന നെഹി ഗാ രഹി തീ, ഞാൻ പാട്ടുപാടുകയായിരുന്നില്ല. അപ്നെ സാത്തിക്കോ ബുലാ രഹി ദി, ഞാൻ എൻ്റെ ഇണയെ വിളിക്കുകയായിരുന്നു. वो आ जाएं तो हम मिलकर जल्दी जल्दी दोस्ला ठीक कर ले. എന്താ പറഞ്ഞിരിക്കുന്നേ? അവൻ വന്നു കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് രണ്ടാക്കും കൂടി നമ്മുടെ കൂടൊന്ന് വേഗത്തിൽ നന്നാക്കാൻ. രൂരു ചിടിയാക്കെ സാത്ത് ചൽ പട, രൂരു പക്ഷിയോടൊപ്പം നടക്കാൻ തുടങ്ങി. ബച്ചെ ജമീൻ പർ ബേഹാൽ പടേ ഹുയേ ദേ, കുട്ടികൾ നിസ്സഹായരായി നിലത്ത് കിടക്കുകയായിരുന്നു. ചിടിയ ജോർ സെ റോയി, പക്ഷി ഉച്ചത്തിൽ കരഞ്ഞു. ഉസ്കി ആവാസ് സുൻ ഉസ്കാ സാത്തി ഉടുത്താ ഹുവ ആയ, അതിൻ്റെ ശബ്ദം കേട്ട് അതിൻ്റെ സാത്തി, അതായത് മറ്റേ പക്ഷി പറന്നു വന്നു. ഉൻ ദോനോ കെ ഉദാസ് ദേഖ് റൂരു കോ ഏക് ഗായൽ ആയ, എന്താ പറഞ്ഞിരിക്കുന്നേ? രണ്ടുപേരും സങ്കടത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ രൂരുവിന് ഒരാശയം ലഭിച്ചു. മുझे एक जगह मालूम है, എനിക്ക് ഒരു സ്ഥലം അറിയാം. ജബ് തക് ബच्चे उड़ने लायक नहीं हो जाते वे आराम से वही रह सकते हैं. എന്താ പറഞ്ഞിരിക്കുന്നേ? കുട്ടികൾ പറക്കാൻ പ്രാപ്തരാകുന്നവരെ അവർക്കവിടെ സുഖമായി താമസിക്കാം. ഫിർ ക്യാദാ, പിന്നെ എന്താണ് സംഭവിച്ചത്? റൂറു കി മദദ് സെ അമ്മീനെ ധീരെ ധീരെ സാരേ ബच्चे को अपनी नरम മുലായം ജബ് മേം രഖ് ലിയ, എന്താ പറഞ്ഞിരിക്കുന്നത്? രൂരുവിൻ്റെ സഹായത്തോടെ അമ്മി എല്ലാ കുട്ടികളുടെയും പതുക്കെ തൻ്റെ മൃദുവായ പോക്കറ്റിൽ ഒതുക്കി. യഹാം ഉൻഹെ കോയി ഖത്ര നഹീ താ, അവിടെ അവർക്ക് ഒരു അപകടവും ഉണ്ടായിരുന്നില്ല. ചിടിയാ ഖുഷി സെ ഗാനെ ലഗി, പക്ഷികൾ സന്തോഷത്തോടെ പാടാൻ തുടങ്ങി. ഉൻഹോനെ റൂരു കോ ബി ഗാന സീക്കാ ലിയ, അവർ രൂരുവിനെ പാടാൻ പഠിപ്പിക്കുകയും ചെയ്തു. ഉസ് രാത് രൂരു ആഹിസ്ത സെ സംഭാൽ കർ അമ്മി की जेब में दूसा, वह चिड़ियों की बगल में दुबक गया. अब वो अकेला नहीं था. എന്താ പറഞ്ഞിരിക്കുന്നേ? ആ രാത്രി രൂരു പതുക്കെയും ജാഗ്രതയോടും അമ്മയുടെ പോക്കറ്റിലേക്ക് കയറി. അവൻ പക്ഷികളുടെ അരികിൽ ഇരുന്നു. അപ്പോൾ അവൻ ഒറ്റയ്ക്കല്ല. അപ്പം അങ്ങനെയുണ്ട് മക്കളെ ഈ കഥ. എല്ലാവർക്കും ഇഷ്ടമായോ? റൂറു എന്ന കങ്കാരുവിനെ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായ മക്കൾ പറയണേ. ഈ പാഠഭാഗത്ത് കുറച്ച് സൈഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജബ് സെ സിർ ബാഹർ നിക്കൽനെ പർ റൂറുനെ ക്യാ ക്യാ ദേഖേ ഹോങ്കെ, അമ്മയുടെ സഞ്ചിയിൽ നിന്നും തല പുറത്തേക്കിട്ട സമയം രൂരു പുറത്ത് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് മക്കളെ? സുന്ദർ സുഗന്ധിത് ഫൂൽ, पेड़, पक्षी और नीला आकाश. नेक्स्ट, साथी को बुलाना और मिलकर घोंसला बनाना, यह हम चिड़िया का कौन सा മനോഭാവ പ്രകട ഹോത്ത ഹേ? പക്ഷി തൻ്റെ ഇണയെ തേടുകയാണല്ലേ, തകർന്നു പോയ കൂട് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ആ പക്ഷിയുടെ ഏത് മനോഭാവമാണ് മക്കളെ പ്രകടമാകുന്നത്? മാതൃസ്നേഹം അല്ലേ, മാക്ക പ്യാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യഹാ യൂറു കെ ചരിത് കി കോൺ സി വിശേഷത പ്രകട ഹോത്തി ഹേ? ഈ കഥയിൽ റൂറുവിൻ്റെ ഏത് സവിശേഷതയാണ് പ്രകടമാകുന്നത്? ഏതാണ് മക്കളെ? ദയ ഓർ കരുണ. റൂറു എന്ന പാഠഭാഗം മക്കൾക്ക് ഇഷ്ടപ്പെട്ടു മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പാഠഭാഗത്തെ ആക്ടിവിറ്റീസുമായി അടുത്തൊരു വീഡിയോയിൽ കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ.